നല്ല വെന്തുടഞ്ഞ കപ്പ പുഴുക്കും കാട റോസ്റ്റും കഴിച്ചാൽ എങ്ങനെയിരിക്കും ഒന്നുണ്ടാക്കി നോക്കാം. ആദ്യം കാട റോസ്റ്റിനുള്ള പരിപാടി തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മറ്റൽമുളകും പൊട്ടിച്ചെടുത്ത് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുകയാണ്. അതൊന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ചെറിയുള്ളിയും സവാളയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ടതില്ല. സവാള വഴറ്റിയെടുക്കുമ്പോഴേക്കും മസാലപ്പൊടികൾ വറുത്തെടുക്കണം. ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, നിറത്തിന് വേണ്ടി കാശ്മീർ ചില്ലിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം വഴറ്റിയെടുത്ത സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ചേർത്ത് കറി രൂപത്തിലാക്കരുത്. കാട റോസ്റ്റ് ഗ്രേവി ടൈപ്പിൽ കിട്ടണം, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നല്ല തിളച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ കഴുകി എടുത്ത് വെച്ച കാട ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കാട വെന്ത് വരുമ്പോഴേക്കും കപ്പ പുഴുക്കിനുള്ള പരിപാടി തുടങ്ങാം. കപ്പ ചെറുതാക്കി അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. കപ്പ വേവാൻ ആവശ്യമായ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം കഴുകിയെടുത്ത കപ്പ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. കാട റോസ്റ്റ് ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പകുതി വേവായിട്ടുണ്ട് കാട. ഇനി നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് നന്നായി വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കപ്പയിലെ വെള്ളമെല്ലാം തിളച്ച് വന്ന് കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ പാകമായതിൻ്റെ ശേഷം വെള്ളം ഊറ്റി മാറ്റി വെക്കുക. ഇനി വറവിട്ട് കൊടുക്കണം. വറവിടാൻ വേണ്ടി വെളിച്ചെണ്ണ എടുത്തു. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കടുക് പൊട്ടിച്ചു, വറ്റൽമുളക്, കറിവേപ്പില എന്നൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം കപ്പയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ നുടച്ചെടുത്താൽ സംഗതി സെറ്റായി അടിപൊളി കപ്പപ്പുഴുക്കായിട്ടുണ്ട്. അപ്പോഴേക്കും കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കാടൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടിപൊളി കാട റോസ്റ്റും കപ്പ പുഴുക്കും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഗ്രേവി ടൈപ്പിലുള്ള കാട റോസ്റ്റ് കിട്ടിയാൽ എന്തായാലും അടിച്ച് മിന്നിക്കൂലേ. അപ്പോൾ വെന്തുടഞ്ഞ കപ്പ പുഴുക്കിലേക്ക് കുറച്ച് ഗ്രേവി ഇങ്ങനെ ഒഴിച്ച് ഒരു കാടയും കൂടെ ചേർത്ത് നല്ലൊരു പിടി പിടിച്ചാൽ അടിപൊളിയായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.